പൊന്നാനി നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാർക്ക് പിൻവാതിൽ നിയമനമെന്നാരോപിച്ച കൗൺസിൽ യോഗം UDF കൗൺസിലർമാർ തടസ്സപ്പെടുത്തി. താൽക്കാലിക ജീവനക്കാർക്ക് കാലാവധി നീട്ടി നൽകുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിച്ചു. സർക്കാർ ഉത്തരവുകൾ പാലിക്കാതെ പൊന്നാനി നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാർക്ക് പിൻവാതിൽ നിയമനമെന്നും ആരോപിച്ചും ഇത്തരത്തിൽ നിയമിച്ചവരുടെ കാലാവധി നീട്ടി നൽകാനുള്ള കൗൺസിൽ അജണ്ടയിൽ പ്രതിഷേധിച്ചുമാണ് യോഗം UDF കൗൺസിലർമാർ തടസ്സപ്പെടുത്തിയത്. നഗരസഭാ കൗൺസിൽ അജണ്ടയിൽ പ്രതിഷേധിച്ച് UDF കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുന്നതിന് പകരം പാർട്ടിക്കാർക്ക് പിൻവാതിൽ നിയമനം നടത്തുന്നു എന്നാരോപിച്ചാണ് കൗൺസിൽ യോഗം ബഹളമയമാവുകയും പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിക്കുകയും ചെയ്തത്. ഈ നീക്കം അംഗീകരിക്കാനാകില്ലെന്നും നേരത്തെ നടന്ന നിയമനത്തിൽ കോടതിയിൽ കേസ് നിലനിൽക്കെ വീണ്ടും ഇത്തരം നീക്കവുമായി മുന്നോട്ടു പോകുന്നത് പൊതുജനത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും കൗൺസിൽ തീരുമാനം പോലുമില്ലാതെയാണ് താൽക്കാലിക നിയമനം നടത്തുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ഫർഹാൻ VM പറഞ്ഞു. പാർട്ടി പ്രവർത്തകരെ തിരികെ കയറ്റിയതിനാൽ DYFI മനുഷ്യച്ചങ്ങലയുടെ സമയത്ത് ഓഫീസ് പ്രവർത്തനം താളം തെറ്റിയെന്നും താൽക്കാലിക ജീവനക്കാർ ഉദ്യോഗസ്ഥരുടെ കസേരയിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണെന്നും കൗൺസിലർമാർ ആരോപിച്ചു. പ്രതിഷേധത്തിന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ VM, അനുപമ മുരളീധരൻ, മിനി ജയപ്രകാശ്, ആയിഷ അബ്ദു, K ഇസ്മായിൽ, റാഷിദ് നാലകത്ത്, ശ്രീകല ചന്ദ്രൻ, MP ഷബീർ റബി, ഷബന ആസ്മി, പ്രിയങ്ക വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് 28ഓളം താൽക്കാലിക നിയമനങ്ങൾ ഈ നഗരസഭാ ഓഫീസിനകത്ത് നടക്കുകയാണ്, നഗരസഭയുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഇനി നഗരസഭയുടെ അനുബന്ധ സ്ഥാപനങ്ങളിൽ വേറെയും താൽക്കാലിക നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംവരണം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് 3 പേരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ അജണ്ട വന്നു. ആരാ സംവരണം അട്ടിമറിച്ചത്? ഞങ്ങളാണോ? സംവരണം അട്ടിമറിച്ച് സ്വന്തക്കാർക്ക് ഇവിടെ ജോലി നൽകിയത് ഇവിടുത്തെ CPM ആണ്, LDF ആണ്, ഇവിടുത്തെ ഭരണസമിതിയാണ്. അപ്പോൾ ആ അട്ടിമറിച്ചവർക്കും വീണ്ടും 179 ദിവസം അവരുടെ കരാർ കാലാവധി നീട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട ഇന്നിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പാർട്ടി ഓഫീസാക്കി മാറ്റുന്ന സമീപനം ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതാണ്. ഒരു പാർട്ടി ഓഫീസാക്കി മാറ്റുന്ന സമീപനമുള്ളത്. കണ്ടിജന്റ് ജീവനക്കാരുടെ വിഷയം, കണ്ടിജന്റ് ജീവനക്കാരെ പിൻവാതിലൂടെയും അല്ലാതെയും ഇവിടെ എടുത്തിട്ടുണ്ട്. അവരെ കൊണ്ട് എന്ത് ജോലിയാണ് ചെയ്യിക്കുന്നത്? ഇവിടുത്തെ നഗര ശുചീകരണം എന്ന പേരിൽ അവരെ ഇവിടെ അപ്പോയിൻമെന്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് നികുതി പിരിക്കാൻ വിട്ടിരിക്കുകയാണ്. നികുതി പിരിക്കാൻ അവരെയാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. നികുതി പിരിക്കാൻ വിട്ടവരൊക്കെ മറ്റുള്ള പണികൾ എടുക്കുക, അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ജോലികൾ എടുക്കുക. നികുതി പിരിക്കുന്നതിന് വേണ്ടി ഇവിടെ അപ്പോയിൻമെന്റ് ചെയ്തവരൊക്കെ, ആ സെഷനിലേക്ക് അപ്പോയിൻമെന്റ് ചെയ്തവരൊക്കെ അവരുമായി ബന്ധപ്പെട്ട പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ എടുക്കുക. ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കസേരയിൽ, ഇവിടുത്തെ മേലുദ്യോഗസ്ഥരുടെ കസേരയിൽ അവരൊക്കെ കയറിയിരുന്ന് ഭരിക്കുക. പ്രതിപക്ഷം ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള ചെയ്തികളാണ് നടത്തുന്നത്. താൽക്കാലിക നിയമനം പുതിയ അജണ്ടയല്ല. കൗൺസിലിന്റെ അംഗീകാരത്തിന് വിധേയമായാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. എംപ്ലോയ്മെന്റിൽ നിന്ന് ലിസ്റ്റ് വാങ്ങിച്ച് ഇന്റർവ്യൂ നടത്തി 15 കണ്ടിജന്റ് ജീവനക്കാരെ നമ്മൾ ഉപയോഗപ്പെടുത്തി വരുന്നത്. ഇത് നാട് വൃത്തിയായും വെടിപ്പായും സുന്ദരമായും സൂക്ഷിക്കുക എന്ന വളരെ വിശാലമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ജീവനക്കാരെ, അതും നാമമാത്രമായ ശമ്പളമാണ് അവർക്ക് ലഭ്യമാകുന്നത്. എന്നിരുന്നാലും വളരെ നല്ല രീതിയിൽ തന്നെ അവരുപയോഗപ്പെടുത്തി പ്രവർത്തനം മുന്നോട്ട് പോകുന്ന സമയത്ത് അതും കൗൺസിലിൻ്റെ അംഗീകാരത്തിന് വിധേയമായി കൗൺസിൽ അംഗീകരിച്ച ആളുകളാണ് ഇന്നിവിടെ പൊന്നാനി നഗരസഭയിൽ ജോലി ചെയ്യുന്നത്. അവരുടെ ഇപ്പോൾ പ്രത്യേകിച്ച് മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായി നമ്മുടെ തെരുവോരങ്ങളിൽ കൂമ്പാരങ്ങൾ ഉണ്ടാകുന്നത് സമയബന്ധിതമായി തന്നെ അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്, നഗരവൃത്തിയായി സൂക്ഷിക്കുന്നതിന് ഇവരുടെ ഇടപെടൽ ഏറ്റവും സജീവമായിട്ടുള്ളൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന നമ്മുടെ ജീവനക്കാരെ വീണ്ടും ഒരു വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള അജണ്ട വന്നിട്ടില്ല. ഇതൊരു പുതിയ അജണ്ടയല്ല. ഓൾറെഡി അവരുടെ നിയമനം കൗൺസിൽ അംഗീകരിച്ച് സാധൂകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സാങ്കേതികമായ അർത്ഥത്തിൽ അവരുടെ പീരിയഡ് നമ്മൾ നീട്ടിക്കൊടുക്കുന്നു എന്ന് മാത്രം. ഏതോ ഒരു പുതിയ തരത്തിലുള്ള പിൻവാതിൽ നിയമനം എന്ന രീതിയിൽ
തികച്ചും രാഷ്ട്രീയപരമായിട്ട് ഉള്ള സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള ചില ചെയ്തികളാണ് പ്രതിപക്ഷ കൗൺസിലർമാരിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇത് വസ്തുതകൾക്ക് നിരക്കാത്ത ഒരു സംഗതിയാണ്. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.